അതായത് വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ അതിശക്തമായ എതിർപ്പിനിടയിൽ വഖഫ് ആക്ട് സഭയിൽ ഇന്ന് ഗവൺമെൻറ് വെച്ചു. രാവിലെ തന്നെ അതിനെപ്പറ്റി പ്രക്ഷോഭത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു. പക്ഷേ 2 മണിക്ക് ഇത് അവതരിപ്പിക്കാൻ പോകുന്നു എന്നതുകൊണ്ട് 2 മണിക്ക് തന്നെ എല്ലാവരും വളരെ സജീവമായിരുന്നു. മാത്രമല്ല, ഒരു കണക്കിന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഇത്രയേറെ ശബ്ദമുഖരിതമായ, ഇത്രയേറെ ശക്തമായ എതിർപ്പുള്ളൊരു സംഭവം തന്നെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് വലിയൊരു ലക്ഷണമാണ്. ഈ ബില്ലിന് എതിരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോജിപ്പ് വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ശക്തമായ എതിർപ്പിന് സാക്ഷ്യം വഹിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി വളരെ ഗൗരവമായി അതിലിടപെട്ടു. ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങൾ കുടികൊള്ളുന്ന ഇവിടുത്തെ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള അത്തരം നിയമനിർമ്മാണം വളരെ ക്രൂരമായ വിധത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ക്രൂരമായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ വേണ്ട, ഈ JPC ഉണ്ടാക്കുന്നത് തന്നെ എന്തിനാണ്? JPC ഉണ്ടാക്കുന്നത് തന്നെ പാർലമെൻറ്റിൽ ഓരോന്നും തലനാഴ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോകാം, ചർച്ചകൾ നടത്താം, എന്നാൽ ശരിയായ വിധത്തിൽ അതിൽ നിഗമനം ഉണ്ടാകുന്നതാണ്. അതിന് സമ്മതിച്ചേയില്ല. ആ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കമ്മിറ്റി മെമ്പർമാർക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടാണ് അവർ ഈ JPCയുടെ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല, JPCയിലെ അംഗങ്ങൾ കൊടുത്ത ഭിന്നാഭിപ്രായക്കുറിപ്പുകൾ പോലും രേഖപ്പെടുത്താൻ അവർ മടിക്കുകയുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ അഹങ്കാരത്തിൻ്റെ ഉരുക്കാണത്. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാമായിരുന്നു, എല്ലാവരോടും ചർച്ച ചെയ്യാമായിരുന്നു, സ്ഥലങ്ങളിൽ പോയിട്ട് ബന്ധപ്പെട്ടവരോട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് സ്റ്റീം റോളർ പോലെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് നിലപാടാണ് ഏത് സമയത്തും എടുത്തിട്ടുള്ളത്. അത്തരം നീക്കത്തിനെതിരായി ശക്തമായി എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഘട്ടത്തിലും സാധിച്ചു. പക്ഷേ അവരുടെ ഭൂരിപക്ഷത്തിലെ ഹുങ്ക് കൊണ്ടും ഇതെങ്ങനെയും ആ സ്വഭാവത്തിൽ കൊണ്ടുപോകണമെന്ന അവരുടെ നയത്തിൻ്റെ ഫലമായിട്ടും അവരിന്ന് അത് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അവരുടെ ഈ പാർലമെൻറ്റിൻ്റെ തന്നെ സാങ്ക്ടിറ്റിയെ ഇത് തകർക്കുകയാണ്. പാർലമെൻറ്റിനെ അവർ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും ചർച്ചകൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിട്ട് ഉണ്ട്. അതിനുശേഷം ഇനി ചർച്ചകൾ വരും. ആ ചർച്ചകൾ വരുന്ന സമയത്തും തുടർന്നുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ അണുമണി തൂക്കം കുറവില്ലാതെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെ അതിനെ എതിർക്കും. അത് പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അത് കാണിച്ചിട്ടുണ്ട്. ആ ഐക്യം തീർച്ചയായിട്ടും ഇന്ന് പ്രകടമായി എന്നതും സന്തോഷകരമാണ്. ഇവരുടെ കാണിച്ചിട്ടുള്ള തെറ്റായ നയത്തിനെതിരായി രാജ്യമാകെയുള്ള പ്രക്ഷോഭവും ഇക്കാര്യത്തിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ റിപ്പോർട്ട് പിൻവലിക്കണമെന്നാണോ വീണ്ടും JPCയിൽ പോയി ഒരു പരിശോധന? അല്ല, പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണ്, പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് സങ്കീർണതകൾ ഉണ്ടാക്കും. രാജ്യത്ത് ഭരണഘടനാപരമായ അവകാശത്തെ നിഷേധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് JPCയിൽ പോയി തിരുത്തണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഈ ബില്ല് തന്നെ അനാവശ്യമാണ്, പ്രകോപനപരമാണ്, തെറ്റായ വിധത്തിലാണ്, കയ്യേറ്റമാണ്. ശരിക്കും ഓക്സിജത്തിന്റെ പേരിൽ ഗവൺമെന്റിന്റെ തന്നെ കയ്യേറ്റമാണ്. അതുകൊണ്ട് അത് പിൻവലിക്കണമെന്നാണ് ഇതുവരെ ഞങ്ങൾ എടുത്തു പോന്നിട്ടുള്ള നിലപാട്. അതിൽ മാറ്റമില്ല. ലോക്സഭയിലും ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 1ാം ഘട്ടം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2 മണിക്ക് മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. അതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ശക്തമായി എതിർത്തു. പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഈ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല, കാരണം വഖഫ് ബില്ല് അതിന്റെ ചർച്ചകളൊന്നും സമ്പൂർണ്ണമായിരുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഒരു സമവായത്തിലെത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ ബില്ല് ടേബിൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മേശപ്പുറത്ത് വെക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് കോൺഗ്രസിനോടൊപ്പമുള്ള സഖ്യകക്ഷികളും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖവിലേക്ക് എടുക്കാതെ സ്പീക്കർ വഖഫ് ബില്ലിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാലിനെ ബില്ല് അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ റിപ്പോർട്ട്, ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ വയ്ക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ സമയത്താണ് ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭ ഇന്നേ വരെ കാണാത്ത അതിശക്തമായ പ്രതിപക്ഷത്തിന്റെ ഒറ്റക്കെട്ടായുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഒട്ടനവധി ബഹുഭൂരിപക്ഷ അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം പ്രകടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ വാക്കൌട്ട് നടത്തി.
ശ്രീ രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും നേതൃത്വത്തിൽ വാക്കൌട്ട് നടത്തി ഈ ബില്ല്, അതായത് വകുപ്പ് ബില്ല് സമ്പൂർണ്ണമല്ലാത്ത, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളൊന്നും മാനിക്കാത്ത, അതോടൊപ്പം തന്നെ വകുപ്പോടുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും കേട്ട അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെയും കൊണ്ടുവന്ന ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ പോലും അഭിപ്രായം കേൾക്കാതെ കൊണ്ടുവന്ന ഈ ബില്ല് അപൂർണമാണ്, അല്ലെങ്കിൽ ഈ ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് അപൂർണമാണ് എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകാതെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഇതിന് ബഹളത്തിനിടയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എണീറ്റ് ഈ ബില്ല് ഞങ്ങൾ ചർച്ച ചെയ്യാൻ സാവകാശമെടുക്കും, ഞങ്ങൾ പെട്ടെന്നൊന്നും ബില്ല് പാസ്സാക്കത്തില്ല, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അത് ഒട്ടും തൃപ്തരായില്ല. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ് സഭയിൽ ഉയർത്തിയത് എന്നുള്ളതാണ് വകുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം. സഭ അവസാനിക്കുന്ന ദിവസം തന്നെ ഇത് ടേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ കൊണ്ടുവന്നത് തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ബില്ലിന്റെ ചർച്ച വരുമ്പോൾ പ്രതിപക്ഷം വീണ്ടും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും. ഈ ബില്ല് പാസ്സാക്കുന്നതിന് എതിരായുള്ള പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞത് ബില്ല് JPC-യിലേക്ക് തിരിച്ചുവിടണം, ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണോ നിങ്ങളുടെ ആവശ്യം? അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഈ ബില്ല് പൂർണ്ണമായും തള്ളിക്കളയണം, ഈ റിപ്പോർട്ടും തള്ളിക്കളയണം എന്നുള്ളതാണ്. ബില്ല് മാത്രമല്ല, റിപ്പോർട്ടും തള്ളിക്കളയണം, ബില്ലും തള്ളിക്കളയണം. ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് പോകേണ്ട ഡിമാൻഡ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഇത് ബില്ല് തന്നെ പിൻവലിക്കണം. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് യാതൊരു സാങ്ക്ടിറ്റിയും ഓൾ ഇന്ത്യ പ്രസിഡന്റ് നിലപാട് രാജ്യസഭ പറഞ്ഞത് അല്ല. ഓൾ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിഗമനങ്ങൾ ശരിയല്ല, മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, അതിൽ സമവായം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സമവായം ഉണ്ടാക്കുന്ന തരത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് പോകണം. എന്തായാലും ഇവർ സമവായത്തിനല്ല ശ്രമിച്ചത്, കൂടുതൽ ബുൾഡോസർ വെച്ച് ഇവരുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഭരിക്കുന്ന BJPയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അവർ വിനിയോഗിച്ചത്. അതിനുള്ള എതിർപ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത്. പത്രങ്ങളൊക്കെ മറ്റു വാർത്ത കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇവർ നേരത്തെയുള്ള ആക്ടെ വലിയ അപകടം പിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗവൺമെന്റാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാർ ഇപ്പോൾ വഖഫ് സ്വത്തിന്റെ. അതടക്കം മോചിപ്പിക്കാനുള്ള സംഗതി സാധ്യമല്ലാത്ത വിധത്തിൽ കയ്യേറ്റക്കാർക്ക് വെള്ളം പൂശി കൊടുക്കുന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പം ഇവരെ JPC-ന്റെ മുമ്പിൽ പോയിട്ട് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് കേൾക്കാതെ ഇവർ സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലും കൂടി അപകടങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി അത് ആ ഡോക്യുമെന്റ് ഇത് കണ്ടാലേ പറയാൻ സാധിക്കൂ. അന്ന് പോയതിനേക്കാൾ മോശമായിട്ട് ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ എന്തെങ്കിലും കിട്ടി. ഇപ്പൊ ഓൺലൈനിൽ വരുമല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമല്ലോ. പാർലമെന്റ് ഹൗസിൽ വെച്ചതല്ലേ, ഓൺലൈനിൽ ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. ഒരു കാര്യം കൂടി, ഇന്നിപ്പോ നിങ്ങൾ വന്യജീവി സംഭവിച്ച ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, അത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തായിരുന്നു അത്? ഞങ്ങൾ ഇന്ന് ഇന്ന് ലോക്സഭയിലെയും രാജ്യസഭയിലെയും UPA അംഗങ്ങൾ, അതല്ലെങ്കിൽ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പമുള്ള സഖ്യകക്ഷികളുടെ MPമാര് പാർലമെന്റിന്റെ മുന്നിൽ ഇന്ന് നമ്മളെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വളരെ നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10ഓളം ആളുകൾ ഇതിനകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ, വയനാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള, കാസർഗോഡ് ഉൾപ്പെടെയുള്ള, അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ ഏതാണ്ട് 10-ലധികം തന്നെ പാവപ്പെട്ട മനുഷ്യർ, തൊഴിലാളികൾ, ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ കടുവയുടെയും അതോടൊപ്പം തന്നെ ആനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് തടയുവാനുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം കേരളത്തിൽ നടക്കുമ്പോൾ, വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ കൊല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കുകയാണ്. സംസ്ഥാനം ചെയ്യട്ടെ എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ സംസ്ഥാനം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് ഇതിന് കാരണം, ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കേന്ദ്ര നിയമമാണെന്നാണ് പരസ്പരം ഇവർ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്, നിരപരാധികളായ പാവപ്പെട്ട തൊഴിലാളികളും ആദിവാസികളും അതുപോലെ തന്നെ കർഷകരും അവർ കൊല്ലപ്പെടുകയോ അവരെ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പരസ്പരം കുറ്റം ചാരി പഴിചാരി രക്ഷപ്പെടേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരേപോലെ തന്നെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നുള്ളതാണ് പ്രതിപക്ഷ MPമാരെന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം. അത് ശക്തമായി ഞങ്ങൾ ഇന്ന് ആ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന ദിവസങ്ങളിൽ തീർച്ചയായും കേരളത്തിലെമ്പാടും
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിരുത്തരവാദപരമായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.